പക്ഷാഘാതത്തെ പറ്റിയും അതിൽ കണ്ടുവരാവുന്ന രോഗാവസ്ഥകളെയും പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് അല്ലേ? അതെ. അപ്പോൾ ഒരു പക്ഷാഘാതം ബാധിച്ച ആൾ ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളപ്പോൾ അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഒന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷം തന്നെ അവരെ കാണിക്കുകയായിരിക്കും നല്ലത്, ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ. അപ്പോൾ തന്നെ കാണിക്കുകയാണെങ്കിൽ അത്രയും എഫക്റ്റീവ് ആയിരിക്കും. അതായത് എത്രത്തോളം നേരത്തെ കാണിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് എഫക്റ്റീവായിട്ട് അവരിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ പറ്റുന്നതാണ്. പക്ഷാഘാതം വരുന്നതിന് മുൻപ് ഒരു രോഗിക്ക് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ചെയ്തിരുന്ന കാര്യങ്ങൾ പക്ഷാഘാതം വന്നതിന് ശേഷം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാകുമല്ലോ. അപ്പോൾ ഒരു സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് എന്താണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ആദ്യം അവരുടെ അസുഖത്തെ പറ്റി ഒരു മൂല്യനിർണ്ണയം നടത്തി ശേഷം അവർക്ക് വേണ്ടി എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഒരു സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ചെയ്യുന്നത്. പക്ഷാഘാതം വന്ന വ്യക്തിക്ക് ആഴ്ചകൾക്കുള്ളിൽ തന്നെ സ്പീച്ച് തെറപ്പി കൊടുക്കുകയായിരിക്കും നല്ലത്. എത്രയോ നേരത്തെ സ്പീച്ച് തെറപ്പി കൊടുക്കുന്നോ അത്രയും ആൾക്ക് സംസാരശേഷിയും അതേപോലെ തന്നെ മറവിപരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ വീണ്ടെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷാഘാതം ബാധിച്ച ഒരു രോഗിയുടെ അസുഖത്തിൻ്റെ തീവ്രത അനുസരിച്ചായിരിക്കും അവർക്ക് കൊടുക്കുന്ന സ്പീച്ച് തെറപ്പിയുടെ കാലയളവ്. ഒരു വ്യക്തിയുടെ പ്രോഗ്രഷന് വേണ്ടി സ്പീച്ച് തെറപ്പി തുടരേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണല്ലേ? പക്ഷാഘാതം ബാധിച്ച വ്യക്തി അവരുടെ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരിക എന്നത് വളരെ ദീർഘവും വെല്ലുവിളിയും നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇതോടൊപ്പം മൾട്ടി ഡിസിപ്ലിനറി ആയി ഡോക്ടേഴ്സ് ടീമും റീഹാബ് ടീമും ഉണ്ടായിരിക്കേണ്ടത് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. So let's sign off. Myself Nia Sharan. Myself Dilna Sultana. Thank you.